മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി ഒരല്പം വിഷമത്തോടെ തന്നെയാണ് കരുണയോട് കാര്യങ്ങൾ പറയുന്നത്. മോൾ എന്തായാലും ഒന്ന് സമാധാനം കാണിക്കണമായിരുന്നു. മോൾ ഈ സമയത്ത് മഹിയോട് അങ്ങനെ ക്രൂരത കാണിച്ചതുകൊണ്ടല്ലേ പ്രതാപൻ ഇങ്ങനെ ജയിലിൽ പോണ്ടി വന്നത്. കണ്ണൻ ഒരു വിധത്തിൽ ക്ഷമിച്ചതാ. അതിൻ്റെ പേര് മോള് അവനും അവളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഇനി ഒന്നിന് പിറകെ ഒന്നായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അവനെ പുറത്തിറക്കാൻ നമ്മളെ കൊണ്ടൊന്നും ആകില്ല. നമ്മൾ പൈസ ചിലവാക്കുന്നതിനേക്കായി ഇരട്ടി ചിലവാക്കാൻ ആ കണ്ണൻ്റെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല, ആ അനന്തുവും കണ്ണനും രണ്ടുപേരും വക്കീലന്മാരാ. അവർക്ക് പ്രത്യേകിച്ച് വക്കീൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. ഏതറ്റം വരെ പോയാലും നമ്മുടെ പ്രതാപനെയും വാമദേവനെയും അവർ കുരുക്കും. എന്തായാലും ആ വാമദേവനെയും കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നെന്ന് മുത്തശ്ശി പറയുമ്പോൾ തീർച്ചയായിട്ടും വേണം. കാരണം അയാൾ കാരണമല്ലേ എൻ്റെ അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നത്. പിന്നെ എന്തായാലും ഇനി മാർക്കോയുടെ ശല്യം നമ്മുടെ പിന്നാലെ കാണുമോ എന്നാ പേടി. അധികം താമസിക്കാതെ മോളെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പം കരുണയ്ക്ക് നല്ല പേടിയാകുന്നുണ്ട്. കരുണയ്ക്ക് നല്ല വിഷമവും ആകുന്നു. അന്നേരം അങ്ങനെയൊന്നും കാണിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു രൂപത്തിന്. അതേസമയം സ്റ്റേഷനിലെത്തിയ പ്രതാപനെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടു മുന്നേ തന്നെ വാമദേവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. ലോറി ആക്സിഡൻറ്റ് കേസിലെ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സെല്ലിലേക്ക് നോക്കുന്ന സമയത്താണ് വാമദേവനെ കാണുന്നത്. തൊട്ടു മുമ്പേ തന്നെ ആ SI സാർ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും തൻ്റെ മോള് കാണിച്ച അതിബുദ്ധി, അതിനുള്ള ശിക്ഷ ഇപ്പം തൽക്കാലം തനിക്ക് കിട്ടിയില്ലെന്ന് തന്നെ പറയാം. കണ്ണനും മഹിയും ഒന്നും അതിൻ്റെ പേര് കംപ്ലൈൻറ്റ് തന്നിട്ടില്ല. എങ്കിലും മാർക്കോ എന്ന് പറയുന്ന ഒരാൾ പുറത്തുണ്ടെന്നുള്ള കാര്യം രണ്ടാളും മറക്കണ്ട. അവൾക്കുള്ള കൂലി കൊടുത്തോളും. പിന്നെ പ്രതാപനാണെങ്കിൽ കേണ് പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, 20 വർഷം മുമ്പുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നുള്ള കാര്യം അവനറിയാം. അവൻ എനിക്ക് മാപ്പ് തന്നിരുന്നു. തൻ്റെ മകളുടെ അഹങ്കാരത്തോടെ ആ മാപ്പ് അവർ തിരിച്ചെടുത്തു എന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടെണ്ണത്തിനും അഴിയെണ്ണാം എന്ന് പറയുമ്പോൾ വാമദേവനാണെങ്കിൽ ശക്തമായിട്ട് എതിർക്കുന്നു. താൻ കൊട്ടേഷനൊന്നും കൊടുത്തിട്ടില്ല, പ്രതാപൻ മാത്രമാണ് കുറ്റക്കാരനെന്ന്. പക്ഷേ അയാൾ വിട്ടുകൊടുക്കുമോ? വാമദേവനെയും കൂട്ടി തന്നെ ജയിലിൽ പോകൂ എന്ന വാശിയിൽ നിൽക്കുവാണ് പ്രതാപനും. അതേസമയം കള്ളക്കേസി പ്രതാപനെയും അതുപോലെ വാമദേവനെയും കണ്ണനും അനന്തവും ചേർന്ന് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള പേരിനാണ് കമലേശ്വരത്ത് വന്ന് സീമന്തിനി സഹായം അഭ്യർത്ഥിക്കുന്നത്. പകരം വിശ്വനാഥനെ കൊന്നത്, അതായത് ദുർഗയുടെ ഭർത്താവിനെ കൊന്നത് തൻ്റെ ഭർത്താവ് അറിഞ്ഞിട്ടാണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട്. അപ്പം കണ്ണൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പാടെ കണ്ണനോട് പരാതിയായിട്ട് ദുർഗയും ഉണ്ണിയും ചെല്ലുന്നു. അവളുടെ ക്രൂരത സഹി കേട്ടിട്ട് മോൾ അവളെ പിടിച്ചൊന്ന് തള്ളി. അത് സത്യം തന്നെയാ. അതിൻ്റെ പേര് എൻ്റെ സഹോദരനെയും കരുണമോളുടെ അച്ഛനെയും നീ എന്തിനാ കള്ളക്കേസിൽ കുടുക്കിയത്? കള്ളക്കേസിലൊന്നുമല്ല. അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് അധികം താമസിക്കാതെ നീയും അമ്മയും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് കൈ വീശി ആഞ്ഞടിക്കാൻ പോകുന്നത് ആദ്യത്തെ അടി എൻ്റെ ആയിരിക്കില്ല, അമ്മയുടെ തന്നെയായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദുർഗ നിന്ന് ആലോചിക്കുമോ, എന്താ ഇവൻ പറയുന്നത്? അതിന് വേണ്ടിയിട്ട് എന്ത് വലിയ തെറ്റായിരിക്കും വാമേട്ടൻ ചെയ്തത് എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഉണ്ണിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഉണ്ണിക്ക് മുമ്പേ സംശയമുള്ളതാണ്, കരുണയുടെ അച്ഛനായിരിക്കുമോ തൻ്റെ അച്ഛനെ കൊന്നത്. പിന്നെ വാമദേവൻ അമ്മാവൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എന്തായാലും ആരായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നത് എന്നുണ്ടെങ്കിലും അയാൾ കാരണമാണ് തങ്ങൾ ഇങ്ങനെ ഒരു ഗതികെട്ട ജീവിതത്തിലേക്ക് നീങ്ങാൻ കാരണം എന്നുള്ളൊരു കലി ഉണ്ണിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും പ്രതാപനോട് പെട്ടെന്നൊന്നും പൊറുക്കാനുള്ള മാനസിക ശേഷിയൊന്നും ഉണ്ണിയെ സംബന്ധിച്ച് കാണില്ല. അതേസമയം നമ്മുടെ സീമന്തിനി അമ്മായിയാണെങ്കിൽ സഹായം ചോദിച്ചുകൊണ്ട് കണ്ണനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് വാമദേവനെയും അതുപോലെ പ്രതാപനെയും പുറത്തിറക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ കൊന്ന ആളുടെ മകളെ സഹായിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ ഏത് കുറ്റത്തിൻ്റെ പേരിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കരുണയുടെ അച്ഛനെയും സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് ഇട്ടേക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മറച്ചു വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് എന്തൊക്കെ ഉണ്ണിയെയും എൻ്റെ രണ്ടാനമ്മയും പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും അവരിന്നല്ല നാളെയെങ്കിൽ സത്യം തിരിച്ചറിയും, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം സീമന്തിനി ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുവാണ്. തൻ്റെ മകളുടെ ഭാവി മാത്രമല്ല, ഭർത്താവ് ജയിലിൽ, പിന്നെ ആകെ കൂടിയുള്ളൊരു മകൻ, അവനാണെങ്കിൽ കോമയിൽ റൂമിലും കിടക്കുന്നുണ്ട്. എന്ത് വേണമെന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുവാണ്. പണം സമ്പാദിക്കാൻ പോയിട്ട് പണമില്ലെന്ന് മാത്രമല്ല, ഉള്ള ജീവിതം കൂടി നഷ്ടമാകുന്ന അവസ്ഥയിലാണ്. ഇനി കണ്ണൻ്റെ സാമ്പത്തിക സഹായം പോലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സ്വന്തം അച്ഛനെ കൊന്നവന്
ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുമോ? പക്ഷേ പോലീസ് സ്റ്റേഷനിൽ CA പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ന്യൂസ് നാളെ പത്രത്തിലൂടെയും TV യിലൂടെയും ജനങ്ങളെല്ലാം അറിയാൻ പോകുക. രണ്ടും നാണം കെട്ട്